പുതിയ മുന്നണിയുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ഈ കാലയളവിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും ജനക്ഷേമത്തിനും ഇടതുപക്ഷത്തിന് വോട്ട് നൽകണമേ എന്നുള്ള അഭ്യർത്ഥനയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വോട്ട് നേടുന്നത്. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അത് സാക്ഷാത്കരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഉൾപ്പെടെ 13 തദ്ദേശ സ്ഥാപനങ്ങൾ ആറന്മുള നിയോജക മണ്ഡലത്തിലുണ്ട്. കുമ്പഴ പാലം മുതൽ വള്ളംകുളം പാലം വരെ, കുളകട മുതൽ അച്ഛൻ വാഴകുന്നം വരെ ഉള്ള പ്രദേശങ്ങളും മുക്കിലും മൂലയും അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കാൻ നൽകുന്നുണ്ട്. റോഡുകൾ 80 റോഡുകൾ VLRDC സ്ഥാപിച്ചതാണ്. 7 പാലങ്ങൾ യാഥാർത്ഥ്യമാണ്. കടവ്, കോഴഞ്ചേരി, കോട്ട, മണ്ണാക്കടവ്, പുതുക്കുളങ്ങര, കരിയിലമുക്ക്, വയറപ്പുഴ ഉൾപ്പെടെയുള്ള പാലങ്ങൾ. നമ്മുടെ ജില്ലാ സ്റ്റേഡിയം, KK നായർ ജില്ലാ സ്റ്റേഡിയം നമ്മൾ ഒന്നിച്ചു കണ്ട സ്വപ്നമാണ്. നമുക്കിവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാകും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ നീന്തൽക്കുളം ഉണ്ടാകും. എന്ത് തടസ്സങ്ങളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് നമ്മളെ ആരും അവിടെ കയറ്റില്ല. അവിടെ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. ഇത് അവിടെ ധാരാളം ആളുകൾ നടക്കുന്നുണ്ട്. സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുമ്പോൾ നമുക്ക് പൊതുസമൂഹത്തിന് അവിടെ ഒരു തരത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യമാവും. അതുകൊണ്ട് ഇത് നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അനുമതി നിഷേധിച്ചു. തടസ്സങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം നമുക്ക് കഴിഞ്ഞ ഭരണസമിതി ബഹുമാനപ്പെട്ട സമീർ സൈനിക നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നപ്പോ നമുക്കതിന് അനുവാദം ലഭിച്ചു. നമ്മളതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. 2024 ആദ്യഘട്ടം പൂർത്തീകരിച്ചു. ജനറൽ ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, കപ്പൂർകുടിയുടെ പുതിയ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കി. ജനറൽ ആശുപത്രി, കാറ്റലാബ് ഉൾപ്പെടെ, പ്രതിരോധ ചികിത്സാ വിഭാഗം ഉൾപ്പെടെ നമുക്ക് 10 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയായിട്ടില്ല. അവിടെ ഒരു കാറ്റലാബ് ഉണ്ടാവും. 8000 ആളുകളാണ് അവിടെ വന്ന് 5+ ചെയ്തത്. 1-2 ആളുകളില്ല, 8000 പേർ. ആ 8000 പേർ നിന്ന് നിൽക്കുന്ന ജോലി എടുക്കുമ്പോ 5-6 ലക്ഷം രൂപ കയ്യിലെടുക്കാൻ കഴിയാത്തവരായിരിക്കും പക്ഷേ ഭൂരിപക്ഷം 90% ആളുകൾ. അപ്പൊ അവർ ആ നിസ്സഹായതയിൽ അവർക്ക് പോകാൻ നല്ല ക്വാളിറ്റിയുള്ള ചികിത്സ ലഭിക്കുന്ന ഒരു സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയും. അവിടെ മാത്രമല്ല, ന്യൂറോളജി, നെഫ്രോളജി, ന്യൂറോളജി ഒക്കെ തന്നെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അതോടൊപ്പം പുതിയതായിട്ട് നമ്മളിപ്പോ തുടങ്ങുന്നത് ജില്ലാ കളക്ടർ അതിന്റെ സ്ഥലമേക്കെടുപ്പ് നടപടികൾ നടത്തുകയാണ്. IT പാർക്ക്, അതിന് 10 കോടി രൂപയാണ് അനുവദിച്ചത്. അതിന്റെ സ്ഥലം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്ത് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും സൈബർ പാർക്കിലും ഒന്നും പോയി ജോലി ചെയ്യാതെ പത്തനംതിട്ടയിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം. അതിന്റെ ഗവൺമെന്റ് ഓർഡറായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭരണാനുമതിയായി നടപടികൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് ആയുഷ് ആശുപത്രി ഇവിടെ നമുക്ക് പത്തനംതിട്ടയിൽ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ചെറുത് വലുതുമായിട്ടില്ല. ഇപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിന്റ് കണ്ടു. വെണ്ടാറിയസ് കോർപ്പറേഷന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ആനപ്പാറയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ കൊണ്ടുവന്ന ഓഫീസാണ് വെണ്ടാറിയസിലെ കോർപ്പറേഷൻ ഓഫീസ്, പുതിയ നഴ്സിംഗ് കോളേജ്, പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷന്റെ ഓഫീസ്, അതുപോലെ പോക്സോ കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഒട്ടനേകം പുതിയ ഓഫീസുകൾ പത്തനംതിട്ടയുടെ മുഖച്ചായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റിംഗ് റോഡ് പഴയ റിംഗ് റോഡ് അല്ല, വളരെ മനോഹരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെ അത് അത്രയും മനോഹരമാക്കുന്ന ആശയം എങ്ങനെയാണ് നമ്മുടെ സ്റ്റേഡിയം പണിയാൻ തുടങ്ങുമ്പോൾ ഈ നടക്കുന്ന ആളുകൾക്ക് സ്റ്റേഡിയം അല്ലാതെ മറ്റൊരു വഴിയില്ല നമുക്ക് നടക്കാൻ. നമുക്ക് ഫുട്പാത്ത് നല്ല വിലയിൽ വേണം എന്നുള്ളൊരു ആശയം അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇരിക്കാൻ ബെഞ്ചുകളൊക്കെയുള്ള നല്ല മനോഹരമായ ഇടമായിട്ട് നമ്മുടെ റിംഗ് മാറ്റിക്കൂടാ, നമ്മുടെ സായാഹ്നങ്ങളൊക്കെ നമുക്ക് അവിടെ ചെലവഴിക്കാൻ കഴിയുമെന്ന ആശയത്തിൽ നിന്നാണ് ആ ഒരുപാട് നദിയെല്ലാം വന്നത്. പിന്നെ അവിടെ കസേരകളൊക്കെ ഇട്ട് സൈഡിൽ നടക്കുന്ന രീതിയിൽ അവിടെ ഇരിക്കാനും ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാനും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പറയുന്നത് വികസന തുടർച്ചയ്ക്ക് ലക്ഷ്യമല്ല. പത്തനംതിട്ടയിൽ ഇത്രയും ഒരു പ്രദേശത്തെ കാര്യം മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മുടെ 13 തദ്ദേശ സ്ഥാപനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വികസന തുടർച്ചയ്ക്ക് ജനക്ഷേമത്തിന് ചുറ്റിയുള്ള നക്ഷത്ര ജനത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എന്ന അഭ്യർത്ഥനയോടെ ഇതെല്ലാവരും നൽകിയ കരുത്താണ്.
എല്ലാ പ്രോജക്റ്റിലും കേസുകളുണ്ട്. കോഴഞ്ചേരി 4 കേസുണ്ടായിരുന്നു. അബാൻ ഫ്ലൈഓവർ ഇപ്പോഴും 3 കേസുണ്ട്. ഹൈക്കോടതി ഉൾപ്പെടെ കേസ് നടക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതികളോട് പറഞ്ഞിട്ടുണ്ട് അബാൻ ഫ്ലൈഓവർ സ്റ്റേ നൽകരുത് ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ വിഷയവും ഇല്ലാണ്. അത് അവസാന ഘട്ടത്തിൽ 2 സ്റ്റാൻഡ് കൂടിയേ ഉള്ളൂ. അത് വരുമ്പോഴുള്ള ഗുണം എന്താണെന്നോ പത്തനംതിട്ടയിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് കിട്ടുകയാണ്. അതായത് കാറിന് വഴിയിൽ നമുക്ക് പാർക്ക് ചെയ്യും. പത്തനംതിട്ടയിൽ കാർ പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലമില്ല. പത്തനംതിട്ട നമ്മൾ വികസിക്കുമ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പൊ ഈ അബാൻ ഫ്ലൈഓവർ വരുമ്പോൾ ട്രാഫിക് നല്ലതായിട്ട് സ്മൂത്ത് ആയിട്ട് പോകും എന്നുള്ളതിനൊപ്പം കാർ പാർക്ക് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരു 2 തൂണുകൾക്കിടയിൽ ഒരിടത്ത് ജിം ഉണ്ടാകും. ക്ലാസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുള്ള ജിം, ഒരിടത്തിൽ ചെറിയ കഫേ ലൈബ്രറി പോലുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇതിന് മുഴുവൻ കാർ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡെന്റൽ ആശുപത്രി നിർമ്മിച്ചപ്പോ അതിന് അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് 25 കാറിന് പാർക്ക് ചെയ്യാവുന്ന പത്തനംതിട്ടയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് സംവിധാനമാണ് നമ്മൾ പത്തനംതിട്ട ഡെന്റൽ ആശുപത്രി ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് അത്രയും താമസം ഉണ്ടായത്. അത്രയും വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഈ സ്വപ്നങ്ങൾ അതിന്റെ തുടർച്ചയുണ്ടാകണം, അതിനൊപ്പം നിൽക്കണമെന്നും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ വേണ്ടിയിട്ട് വിജയം ലഭിക്കുന്നതിന് എല്ലാവരും പ്രവർത്തിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ശുചീകരണ ജനത്തിന് വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷം വിജയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു വാക്കിൽ ചുരുക്കുന്നു. സ്നേഹാഭിമാനികൾ. നന്ദി, നമസ്കാരം.